അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടായിട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായി ഒരു പണിയുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ പൈനാപ്പിൾ സുഫ്ലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇത് ഉണ്ടാക്കാനായി ഒരു പൈനാപ്പിളിന്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പൊഴുത്ത പൈനാപ്പിൾ വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ വിളയിച്ചെടുക്കാം. പഴമൊക്കെ വിളയിച്ചെടുക്കൂല, അതുപോലെ തന്നെയാണ് വിളയിച്ചെടുക്കേണ്ടത്. ശേഷം ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നാറ്റാടി കോക്കോ ജെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മാംഗോ ഫ്ലേവർ ആണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ ജ്യൂസ് ഉണ്ടാകും, ജ്യൂസ് വേണ്ട കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ തന്നെ സ്ട്രോബെറി ഫ്ലേവർ ആണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായി ഇട്ട് കൊടുക്കണ്ട, കുറച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീം ആണ് കേട്ടോ. അതും ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കാം. ശേഷം മിൽക്ക് മെയ്ഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ആയി വരണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിൾ ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ഞാനൊരു ഭംഗിക്ക് വേണ്ടി സ്ട്രോബെറി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് കാണുമ്പോൾ നമ്മളും കഴിക്കുന്നവരും ഹാപ്പി ആകും.
ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ സുഫ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിൽ എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഡെസേർട്ട് വേറെ ഉണ്ടാവില്ല. പൈനാപ്പിൾ വിളയിച്ചെടുക്കേണ്ട ആ ഒരു ടൈം മാത്രം മതി ഇതിന്. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.